സിദ്ധാർത്ഥന്റെ മൃതദേഹം മോർച്ചറിയിൽ കിടക്കുന്ന ഒരു സമയത്തും പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ അദ്ദേഹം അഭിമുഖത്തിന്റെ തിരക്കിലായിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ്. സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ചിട്ടും ഒരു ദിവസം പോലും ഈ അഭിമുഖം ഒന്നും മാറ്റിവെക്കാൻ തയ്യാറായില്ല. 3 ദിവസവും VC ശശീന്ദ്രനാഥ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. M കമൽ ചേരുകയാണ്. കമൽ, ഗുഡ് മോർണിംഗ്. ഈ സിദ്ധാർത്ഥന്റെ മരണശേഷം ക്യാമ്പസിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ, അതിനുശേഷം വരുന്ന റിപ്പോർട്ടുകൾ, ഇതെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു കുട്ടി അതിക്രൂരമായ മർദ്ദനത്തിന്, അതും കേട്ടുകേഴ്വി ഇല്ലാത്തൊരു സംഭവത്തിന് വിധേയനായി കൊല്ലപ്പെട്ടിട്ടും അഭിമുഖം ഒരു ദിവസത്തേക്ക് പോലും മാറ്റിവെക്കാൻ കഴിയാത്തത്ര എന്ത് തിരക്കായിരുന്നു VCക്ക് അവിടെ ഉണ്ടായിരുന്നത്? കമൽ, എന്താണ് ഈ പുറത്തു വരുന്ന റിപ്പോർട്ടിലെ സാരാംശം? സേതു, ഗുഡ് മോർണിംഗ്. അതായത് ഈ വൈസ് ചാൻസലർ ശശീന്ദ്രനാഥ് 19, 20, 21 തീയതികളിൽ പൂക്കോട് ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും കരിയർ സപ്പോർട്ട് പ്രോഗ്രാം പ്രകാരം സ്ഥാനക്കയറ്റത്തിനുള്ള ഇന്റർവ്യൂ നടക്കുകയായിരുന്നു. ഈ 3 ദിവസം കൊണ്ട് 100-ലധികം അധ്യാപകരുടെ അഭിമുഖമാണ് അവിടെ നടന്നത്. ഈ 18-നാണ് സിദ്ധാർത്ഥൻ മരിക്കുന്നത്. 19-ന് മൃതദേഹം മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന ക്യാമ്പസിൽ പൊതുദർശനമൊക്കെ നടത്തി. പക്ഷേ എന്നിട്ടും ഒരു വിദ്യാർത്ഥി ഇത്തരം സാഹചര്യത്തിൽ മരിച്ചിട്ട് പോലും ഈ ഒരു ദിവസത്തെ അഭിമുഖം പോലും മാറ്റിവെക്കാൻ വൈസ് ചാൻസലർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, സംസാരിക്കാനോ ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും തയ്യാറായില്ല. അഭിമുഖം ഫുൾ സ്വിംഗിൽ അവിടെ നടക്കുകയായിരുന്നു. ഏതാണ്ട് ഒരു ആഘോഷത്തിന്റെ രീതിയാണ് ആ ക്യാമ്പസിൽ അന്ന് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഈ അഭിമുഖം തിരക്കിട്ട് നടത്തിയതിനെ കുറിച്ചും ആരോപണം ഉയരുന്നുണ്ട്. ഈ സിദ്ധാർത്ഥന് മർദ്ദനമേറ്റതും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഈ അഭിമുഖം നടക്കുന്നത് കൊണ്ട് അത് പുറത്തു പറയരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകിയെന്ന ഒരു കാര്യം കൂടി ചിലർ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും വലിയൊരു വീഴ്ചയാണ്. കാരണം ഒരു കുട്ടി മരണമടഞ്ഞ് മോർച്ചറിയിൽ കിടക്കുമ്പോൾ എവിടെയാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്കൊരു വീഴ്ച എന്നൊരു ആരോപണത്തിൽ ഒതുക്കാൻ കഴിയില്ല. ഇത് സത്യം പറഞ്ഞാൽ വീഴ്ചയല്ല, ക്രൂരതയാണ്.